ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സ്ട്രെസ്സ് നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം. സ്ട്രെസ്സ് നമ്മുടെ ബോഡിയുടെ ഒരു നാച്ചുറൽ റെസ്പോൺസാണ്. ചെറിയ അളവിൽ നമ്മളത് ഫോക്കസ് ചെയ്യാനും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും സഹായിക്കും. ഇത് പ്രശ്നമാവുന്നത് എപ്പോഴെന്ന് വെച്ചാൽ സ്ട്രെസ്സ് കൂടുതൽ കാലം നീണ്ടു നിൽക്കുകയും നമ്മുടെ ശരീരം കോർട്ടിസോൾ എന്ന ഹോർമോൺ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ്. കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്ന സ്ട്രെസ് നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടക്സിനെ ബാധിക്കുകയും തീരുമാനങ്ങൾ എടുക്കാനുള്ള എബിലിറ്റിയെയും മെമ്മറിയെയും ഫോക്കസും എല്ലാം കുറയ്ക്കുകയും ചെയ്യുന്നു. സ്ട്രെസ് നമ്മുടെ മെമ്മറിയെ കൺട്രോൾ ചെയ്യുന്ന ഹിപ്പോ ക്യാമ്പസ് എന്ന ഭാഗത്തെയും ബാധിക്കുന്നു. അതുകൊണ്ടാണ് സ്ട്രെസ് ഉള്ളവർ എനിക്ക് നേരെ ചിന്തിക്കാൻ പറ്റുന്നില്ല, ഞാനെല്ലാം മറന്നു പോകുന്നു എന്നെല്ലാം പറയുന്നത്. സ്ട്രെസ് നമ്മുടെ ഫീൽ ഗുഡ് ഹോർമോൺസായ സെറോട്ടോണിൻ്റെയും ഡോപ്പമൈൻ്റെയും അളവ് കുറയ്ക്കുന്നു. അതുമൂലം ആൻസൈറ്റിയും ഡിപ്രഷനുമെല്ലാം വേഗം വരാനുള്ള റിസ്ക് കൂടുന്നു. എന്നാൽ ശരിയായുള്ള മെഡിറ്റേഷൻ, കൃത്യമായ വ്യായാമം, ബ്രീത്തിങ് എക്സസൈസ് എല്ലാം കോർട്ടിസോളിൻ്റെ അളവ് കുറയ്ക്കുകയും ബ്രെയിനിൻ്റെ ബാലൻസ് റിസ്റ്റോർ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. സ്ട്രെസ്സ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് നമ്മുടെ ബ്രെയിനിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ അനുവദിക്കരുത്. സ്ട്രെസ്സിനെ കുറിച്ചോ ബ്രെയിൻ ഹെൽത്തിനെ കുറിച്ചോ കൂടുതലായി അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക.